ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ATM-ലേക്ക് പോവാണ് കേട്ടോ. ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ATM-ലേക്ക് പോകുന്നത്. ഒക്കെ ഞങ്ങൾ ബിഷപ്പിൽ ATM പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങും. അതിൻ്റെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ATM-ലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിലുള്ള ഒരു വ്യൂ ഒക്കെ എടുത്താണ്. ഇതൊന്നും അങ്ങനെ ഇടാറില്ലല്ലോ. ഫസ്റ്റ് ATM-ൽ കയറി, അതിനകത്ത് പൈസ ഇല്ല, വർക്ക് ചെയ്യണില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ വേറെ തൊട്ടപ്പുറത്തെ ATM ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ പ്രശ്നമായിട്ട് അത് ലോക്ക് ചെയ്തേക്കാണ്. വേറെ മൂന്നാമത്തെ ATM-ൽ പോയി. അത് ക്യാഷ് എന്തോ നിറയ്ക്കാൻ നിൽക്കുന്നുണ്ട്. അവിടെയും പൈസ ഇല്ല. അങ്ങനെ ഞങ്ങൾ ആകെ ഈ 3 ATM ആണ് ഞങ്ങൾ കണ്ണിൽ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ATM ആണ് അവിടെ അടുത്തുള്ളത്, പരിചയമുള്ളത് ഈ 3 ATM ആണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആ റോട്ടിലൂടെ നടന്നു. ഈ റോട്ടിലേക്കൊന്നും ഞങ്ങളങ്ങനെ പോകാറില്ല, ആവശ്യം വരാറില്ല, അതുകൊണ്ടാണ് പോകാത്തത്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ്. പിന്നെ ഒരു ഹൈവേ പോലുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ വെള്ളം കണ്ടോ, വീടുകളിലേക്ക് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കുടിക്കാനുള്ള വെള്ളം ഉപയോഗിക്കാനുള്ള തോന്നി ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കോർപ്പറേഷൻ്റെ വകയാന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. ഒരു ഐഡിയ വെച്ചിട്ടാണ്. ലാസ്റ്റ് ഞങ്ങളൊരു ATM കണ്ടുപിടിച്ചു. ആ ATM-ലേക്ക് പോവാണ് കേട്ടോ. അകലേന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ATM-ൻ്റെ മെഷീൻ ഇരിക്കണില്ലാത്ത പോലെ തോന്നിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന്, പക്ഷേ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളൊരു മെഷീൻ ഉണ്ട്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞങ്ങൾ കയറിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പുറത്തുനിന്നുള്ള വെട്ടം കാരണം അതിൻ്റെ ഉള്ളിൽ മെഷീൻ്റെ ഉള്ളൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ കാശുകാരിയാവാൻ പോവാണ്. ഞാനാണ് ഫസ്റ്റ് കുത്തിയെടുത്തത്. അപ്പോൾ കുട്ടീന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസുവിനെ വിളിച്ച് സംസാരിക്കണമായിരുന്നു. അവളുടെ പൈസയും കൊണ്ട് എടുക്കണമായിരുന്നു. അപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. അത് കാരണം അവൾ പറഞ്ഞു സിമി ആദ്യം എടുത്തു, എന്നിട്ട് അവൾ എടുത്തോളാന്ന്. അങ്ങനെ ഫസ്റ്റ് ഞാൻ 2000 രൂപ എൻ്റെ കയ്യിൽ കിട്ടി ഗൈസ്. ഞാൻ ഇന്നത്തെ കാശുകാരിയാണ്. നാളെ ഈ പൈസ കൊടുക്കണോടെ വരെ ഞാൻ ഭയങ്കര റിച്ചാണ് കേട്ടോ. അടുത്ത അപ്പുകൂട്ടനായിരുന്നു. ഞാൻ അകലെ നിന്നാണ് വീഡിയോ എടുക്കണത്. നമ്മുടെ പിൻകോഡൊന്നും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിൻ നമ്പർ ഉണ്ടല്ലോ. എന്നാലും ഞാൻ അകലെ നിന്ന് ഗസ് ചെയ്തിട്ട് പിൻ നമ്പർ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മറന്നും പോയിട്ടാ. പിന്നെ റൂമിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിൻ നമ്പർ മറന്നുപോയി. ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവസാനത്തെ അപ്പുകുട്ടനും കാശുകാരി അയക്കുന്നു. ഇന്ന് അപ്പുകുട്ടനാണ് റിച്ച്. 4000 രൂപയുണ്ട് കയ്യിൽ. അങ്ങനെ ഞങ്ങൾ ATM-ൽ നിന്നൊക്കെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ വീടൊക്കെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഷോട്ട് എടുത്തത്. പക്ഷെ അത് കറക്റ്റായിട്ട് കണ്ടില്ല. ഒരു പണി കിടക്കുന്ന വീടേ കിട്ടിയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാനൊരു വീടൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് ഇനി കുറച്ചിങ്ങനെ നീങ്ങിയപ്പോഴാണ് ഉടുപ്പിടാണ്ട് ചിക്കൻ നിൽക്കുന്നത്. നാണമില്ലാത്തവൻ, അയ്യേ മോശം തന്നെ. അടുത്ത കടയിൽ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങളുടെ ബേക്കറി ചേട്ടനെ സ്ഥിരം ഇവിടെ ഒന്നും വാങ്ങാനില്ല, ആ കടയിൽ കയറിയിട്ട് ടാറ്റ കാണിച്ചിട്ട് പോരലാണ് എൻ്റെ പ്രധാനപ്പെട്ട പണി. അവിടെ സൈക്കിളിൽ മിഠായിരിക്കേണ്ടത് വാങ്ങാനായിട്ടുള്ള ഐഡിയയിലൊക്കെ നോക്കി, ഒളിഞ്ഞു നോക്കി ഐഡിയയിൽ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല, തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ കിട്ടും എന്തോ ഒരു വെള്ളം വാങ്ങിച്ച്. അപ്പം അത്രയേ ഉള്ളൂ.